അപ്പോൾ ഈ ഒരു 3-4 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതായത് നമ്മൾ കാത്തുമ്മക്ക് ഡേ കെയറിൽ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ഒന്നും ഉണ്ടാക്കണ്ട, ഇവിടെ കാത്തുമ്മക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾക്കുള്ള കോഴിമുട്ടയും വല്ല ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും മാത്രം നീ വേറെ പാത്രത്തിൽ പിടിച്ചാൽ മതി, ചോറും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ചിക്കൻ മസാല പറ്റി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെന്താ എനിക്കൊരു വെള്ളം ഉണ്ടാക്കാനുള്ള ഇഞ്ചൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വയറ് കുറയാൻ വേണ്ടിയിട്ട് ഞാനൊരു വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലെന്തൊക്കെ ഇടാമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കും വേണം, ഏട്ടനും വേണം. അതേപോലെ ഞാൻ കാത്തുമ്പര ചോറ്റും പാത്രവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്ന് കാണാതെയാവും. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഇന്നലെ കഴുകിയിട്ട് ഞാൻ വെള്ളം വാരാൻ വേണ്ടി വെച്ചാണ്. പിന്നെ അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കാലത്താണ് അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നത്. പിന്നെ ഞാനിതാ ഒരു വാൽപ്പാത്രം എടുത്തു. ഒന്നുകൂടി വലുതെടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഏട്ടനും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തു. പിന്നെ അതിൽ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ ഗ്ലാസ്സാണ് വേണ്ടത് വെച്ചാൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കും. 2 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം കൂടി കൂടുതൽ ഒഴിക്കും. തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളം ആക്കണം. അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് അയമോദകമില്ലേ, അയമോദകം അത് നമുക്ക് ഒരു ടീസ്പൂൺ എടുത്തിടാം. അതിൽ കരിഞ്ജീരകം അതും ഒരു ടീസ്പൂൺ എടുത്തിടാം. പിന്നെ പട്ട നമ്മൾക്ക് എത്ര ഇടണോ അത്രയും നല്ലതാണ് വയറൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 2-3 ഇട്ടു. എനിക്ക് നോർമലി പട്ടയും ഗരം മസാലയുടെ മണമൊന്നും വല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഇത് നമ്മൾ ഗതികേടാണ്. പിന്നെ നല്ല ജീരകം, പെരിഞ്ജീരകം അത് രണ്ടും ഇതേപോലെ ഓരോ ടീസ്പൂൺ എടുത്തിടുന്നുണ്ട്. പിന്നെ ഉലുവ. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും വല്ല കയ്പ്പോ കാര്യങ്ങളും ഉണ്ടാവുന്നു, പക്ഷേ ഉലുവയുടെ കയ്പ്പോ കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു 3 ഏലക്കായ, അതേപോലെ അരിഞ്ച് തൊലി കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ശരിക്കും തലേ ദിവസം തിളപ്പിച്ച് വെച്ച് പിറ്റേ ദിവസം കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം അത്രയും നേരം ഇരുന്ന് അതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങി കിട്ടും. ഞാൻ എന്നും തലേദിവസം ചെയ്യാൻ മറക്കണോണ്ട് തന്നെ ഞാൻ കാലത്താണ് ഉണ്ടാക്കാറ്. ഉണ്ടാക്കി കാത്തുമ്മനെ ഡേ കെയറിൽ വിട്ടേച്ച് വന്നിട്ട് ഞാൻ കുടിക്കാറില്ല. അപ്പോൾ അത്യാവശ്യം ടൈം ഉണ്ടാവും. അങ്ങനെ നമുക്ക് നേരെ അടുപ്പത്തേറ്റേക്കാം. ഇനി അത് പകുതി ആവണം, അതുവരെ അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പോഴും ഞാൻ കോഴിമുട്ട പുഴുങ്ങ ഇടുന്നുണ്ട് കാത്തുമ്മയ്ക്ക് വേണ്ടിയിട്ട്. ചിക്കൻ ഐസ് ഇടുന്ന ചാൻസ് ഒന്നും കാണുന്നില്ല, അത്രയും കട്ടയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ പുറത്തേക്കണ്ട, കോഴിമുട്ട ഉണ്ടല്ലോ അത് പുഴുങ്ങാന്ന്. അതിനൊരു 3 കോഴിമുട്ട പുഴുങ്ങാട്ടു. ഏട്ടനും കാത്തുമ്മയ്ക്ക് 2. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കാനുണ്ട് കാത്തുമ്മര മുടിയുടെ സീക്രട്ട് എന്താ, അതുപോലെ കാത്തുമ്മര മുടി എന്താ ഇത്ര സോഫ്റ്റ് ആയി കിട്ടുന്നത്, അതിൻ്റെ സീക്രട്ട് എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഞങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ഷാമ്പു ആണെങ്കിലും ഓയിലാണ് എല്ലാം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ഷാമ്പു അവൾക്ക് ചെറുപ്പം തൊട്ടേ യൂസ് ചെയ്യാറില്ല. നമ്മൾ ലവ് ലാപ്പിൻ്റെ ബേബി ഷാമ്പു ആണ് കേട്ടോ. ഇതിൽ മിൽക്ക് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ അവളെ മുടിക്ക് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഹെയർ വാഷ് ചെയ്യാം. എന്നാലും നല്ല സിൽക്കായിട്ട് സ്മൂത്തായിട്ട് കിടക്കും. ആ ഒരു സ്കാൽപ്പിനോ കാര്യങ്ങൾക്ക് വേറെ അലർജിയോ കാര്യങ്ങളോ വരാൻ ഒട്ടും ചാൻസ് ഇല്ല കേട്ടോ. ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ റിച്ച് മിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ സ്കാൽപ്പിനെ സംരക്ഷിക്കുകയും ജലാംശം നൽകുകയും അധിക പോഷണം നൽകുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയ ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ചമോമയിലാണ്. അതാകുമ്പോൾ നമ്മൾ സ്കാൽപ്പിനെ ഹൈഡ്രേറ്റ് ആയി വെക്കുന്നു. അതേപോലെ തന്നെ പ്രോ വിറ്റാമിൻ B5 ഉണ്ട്. അത് നമ്മൾ കുട്ടികളെ മുടിയെ കൊഴിഞ്ഞു പോകാതെ സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ നമ്മളെ കുട്ടികൾക്ക് ഹെൽത്തി ഹെയർ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും പ്രോട്ടീൻ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞിൻ്റെ മുടി ആണെങ്കിലും സ്കാൽപ്പ് ആണെങ്കിലും ഡ്രൈ ആവാതെ സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ ന്യൂ ബോൺ ബേബീസ് മുതൽ നമുക്ക് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഉള്ളിൽ കണ്ണെരിയോ എന്നുള്ള പേടിയുടെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡും ആണ് കേട്ടോ. അതേപോലെ തന്നെ പാരബൻ ഫ്രീയും കൂടിയാണ്. അപ്പോൾ അതാ നമ്മൾ കാത്തുമ്മ ഡേ കെയർ പോയി വന്നിട്ടും നമ്മളെ മുടിയുടെ സോഫ്റ്റ്നെസ്സിനും ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പിന്നെ അവൾക്ക് എന്നും കൊടുത്തേക്കണ പോലെ ഫ്രൂട്ട്സ് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അങ്ങനെ എല്ലാം കുട്ടികൾക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ഇവൾക്ക് ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് സ്വതവേ എനിക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്ത ഫ്രൂട്ടാണ്. എനിക്കിഷ്ടമല്ല, എനിക്കൊന്നും കുണുക്കനും കുടിക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ കാത്തുമ്മയ്ക്ക് ഇഷ്ടമാണ്. ഇത് കൊടുത്തേച്ചാൽ അവൾ ഫുള്ളും കഴിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അത് ഓരോന്നായിട്ട് മേടിക്കാമല്ലോ, ചീഞ്ഞ് കളയണ്ടല്ലോ വെച്ചിട്ട് ഓരോന്നായിട്ട് ഞാൻ കാണുമ്പോൾ മേടിക്കാറില്ല. ഈ പ്രാവശ്യം റെഡാണ് കിട്ടിയത്. അതൊന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇന്നപ്പോൾ അവൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ വയ്ക്കണല്ലോ കേട്ടോ. ഇതുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ്.
ഇത് നന്നാക്കി ഞാൻ കൈ നന്നായി ചുവപ്പ് കളറാവും. അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൈ പിന്നെ നോക്കുമ്പോൾ നല്ല ചുവന്നിട്ടിരിക്കുക, ഈ കളറ് പിടിക്കണ പോലെ. അതെന്താണോ അങ്ങനെ, എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ കാത്തുമ്മയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ കാണുമ്പോൾ മേടിച്ച് കൊടുത്തേക്കാറുണ്ട് അവൾക്ക്. എനിക്ക് തോന്നുന്നു ഒരു ആപ്പിളിനും കാട്ടും ഇഷ്ടം ഇതൊക്കെയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഇങ്ങനെ കളികളിൽ നിന്ന് കടിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ അവിടുത്തെ വേസ്റ്റും കാര്യമൊക്കെ എടുത്ത് വേഗം കളഞ്ഞു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ കാത്തുമ്മയുടെ ഡേ കെയറിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ടും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഞാനൊരു അഞ്ചാറല്ല കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ പിസ്ത ഒരു 5-6 തൊലി കളഞ്ഞിടുന്നുണ്ട്. എനിക്ക് തൊലി കളയാൻ മടിയായതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിനും കൂടുതൽ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്, എനിക്കറിയാമല്ലോ. പിന്നെ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് വേഗം അടച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ട് എൻ്റെ കൈയിൻ്റെ അവസ്ഥ. ഇതാണ് എൻ്റെ കൈയിൻ്റെ അവസ്ഥ. എനിക്ക് എൻ്റെ കൈമ കളറുകളൊന്നും വരുന്നത് ഇഷ്ടമില്ല. പിന്നെ ഒരു കോഴിമുട്ട പുഴുങ്ങിയതും വെച്ചു. പിന്നെ ബാക്കി 2 പാത്രങ്ങൾ കാലിയാട്ടോ, അത് വീട്ടിൽ നിന്ന് വേണം നമുക്ക് ഫുഡാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ബാഗിൽ തന്നെ ആക്കി ചെറിയ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മൾ കാത്തുമ്പോൾ എഴുന്നേറ്റിക്കണം. പിന്നെ ഞാൻ വേഗം അവളെടുത്ത് പോയി. ഇനി എന്തായാലും അവളെ കുളിപ്പിക്കാനുള്ള ടൈമും കാര്യങ്ങളായിട്ടുണ്ട്. അതിന് ഞാൻ അവളെടുത്ത് പോയി കുറച്ച് നേരം അവളെടുത്തിരുന്നു. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉറങ്ങട്ടെ, പോന്നെ ഉറക്കം മതിയായില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അന്ന് നീ കിടന്നോ, അവളെ ചൂടുള്ള ആവണമായിരിക്കും, നീ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ എടുത്ത് കളിപ്പിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ അവളെ എഴുന്നേറ്റ് ഇതേപോലെ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എഴുന്നേക്കൂട്ടാ. അന്നത്തെ ദിവസം ഒരു 1/2 മണിക്കൂർ കരച്ചിൽ തന്നെയായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കരയാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കരയാതെ പോയിക്കോളും. കരഞ്ഞ് എഴുന്നേൽക്കണമെന്ന് വെച്ചാൽ ഫുള്ളും കരച്ചിലായിരിക്കും. അങ്ങനത്തെ സ്വഭാവം നിങ്ങളെ മക്കളേലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ വേഗം വിട്ട് പല്ലേക്കാൻ ബ്രഷ് എടുത്തു. ഞാൻ ആദ്യം പല്ലേച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഞാനും അവളെ കൂടെ പല്ലേക്കാൻ നിന്നാൽ മാത്രമാണ് അവൾ പല്ലേക്കുള്ളൂ. അവൾക്ക് എന്നാലും ഇഷ്ടം, അല്ലെങ്കിൽ വെറുതെ പിടിച്ച് നടക്കുള്ളൂ. നമ്മൾ ചെയ്യണത് അതേപോലെ തന്നെ അവൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ പല്ലേക്കുന്നുണ്ട്, എന്നിട്ട് അയാൾ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ അവളും തേക്കുന്നുണ്ട്, ഞാനും പല്ലൊക്കെ തേച്ചു. വേഗം വായൊക്കെ കഴുകി റെഡി ആവുന്നുണ്ട്. നമുക്ക് ടൈമുണ്ട്, വേറെ ഫുഡൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ടൈമൊന്നും വൈകിട്ടില്ല. അതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഞങ്ങൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം നല്ല ഓട്ടപ്പാച്ചിൽ ചെയ്യുന്നതാണ്. ഇത് നല്ല ഫ്രീ ആയിട്ട് പതുക്കെയായിട്ട് ഞാൻ എൻ്റെ ഓരോരോ കാര്യം ചെയ്തെടുക്കുന്നത്. എനിക്കിഷ്ടമാണ് അവളെ കൊഞ്ചിച്ച് കളിച്ചുകൊണ്ട് നടക്കാൻ. പിന്നെ നമുക്ക് 2-3 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പൊളിച്ച് നോക്കട്ടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസ് എത്തിയിട്ടില്ലേ, നമ്മൾ ഓർഡർ ചെയ്യണം, അത് എത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിതൊക്കെ ഓർഡർ ചെയ്തത്, അപ്പോൾ അതന്നെയല്ലേ വന്നേന്ന് കൺഫേം ആക്കുന്നതാണ്. അപ്പോൾ കാത്തും അത് ക്രീമാണെന്ന് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാതെ ഷാമ്പു ആണെന്ന് പറഞ്ഞു. നമുക്കിന്ന് കുളിക്കുമ്പോൾ എടുക്കാം. പിന്നെ അതിലത്തെ എന്തൊക്കെയാണ് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാട്ടേ കാണുന്നത്. പഠിക്കേണ്ട കാലത്ത് പോലും ഞാൻ എത്ര ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളെ ജോലി ഇതാണല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം നമ്മൾ കാണിച്ചല്ലേ പറ്റൂ. പിന്നെ വേറെ 2-3 പ്രൊമോഷണലായിട്ട് ക്രീമുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. ഞാൻ സ്വതവേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അധികം യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈമിട്ട് നോക്കും നല്ലതാണോ, ഇത് നമ്മൾ ഈ വീഡിയോയിൽ പറയണല്ലോ വല്ല ഗുണങ്ങളുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. ഞാൻ 100 ക്രീം ഇട്ടായിട്ട് 2-3 ഞാൻ എൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാനത് ആരെങ്കിലും നമ്മളെ വീട്ടിൽ ജോലിക്ക് തന്നെ ചേച്ചിമാരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അങ്ങനെ ആരെങ്കിലും ഇത് കൊടുക്കാറാണ് എൻ്റെ പതിവ്. പിന്നെ വേഗം പോയി ഇതാ നമ്മളെ കാത്തുമ്മനെ കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടായിട്ട് ഞാൻ കുളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ പോയതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മളെ കാത്തുമ്മക്ക് ലഞ്ചിനുള്ള ചോറാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്തു. നല്ല ചൂട് ചോറായിരുന്നു. കുണിക്കും ദോശയ്ക്ക് കൊണ്ടുപോയത്, വെള്ളയപ്പം കൊണ്ടുപോയത്. അതുകൊണ്ട് ചോറ് ഞാനാണ് വാർത്തോടത്ത് എടുത്തത്, അത്രയും ചൂടായിരുന്നു. പിന്നെ പരിപ്പും തക്കാളിയും കറി ഉണ്ടായിരുന്നു, അതും ഗ്രീൻ പീസ് ഉപ്പേരി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ സ്നാക്സിനുണ്ടായിരുന്നു വെള്ളയപ്പ. അപ്പോൾ അത് ഞാനിങ്ങനെ പൊട്ടിച്ച് 1/4 വെള്ളയപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ അമ്മ ഞങ്ങൾക്ക് തന്നെ പൊട്ടിച്ചിട്ട് തരും കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് അറിയാതിരിക്കും. അമ്മ പറയും ഒറ്റ വെള്ളയപ്പമുള്ളൂ, പക്ഷേ 2 വെള്ളയപ്പൊക്കെ ഉണ്ടാവും. ഇത് കാത്തമ്മയ്ക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി ആക്കുന്നതാട്ടോ. അവൾക്ക് പെണ്ണം പിടിക്കാറൊന്നും ആയിട്ടില്ലല്ലോ, അവൾക്ക് കഴിക്കാൻ എളുപ്പത്തിന് പൊട്ടിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ആക്കി കൊടുത്തേക്കാറ്. പിന്നെ വേഗം ഞാൻ ബേഗൊക്കെ എടുത്തിട്ട് കാത്തമ്മനെ ഡേ കെയറിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. പോയിട്ട് വരാറാ ഉമ്മ ഒരു ഫ്ലൈങ് കിസ് തന്നെ. അയ്യോ പോയി ടാറ്റ. ലവ് യു.
ലവ് യു ബേബി 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 ലവ് യു ബേബി ബേബി. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എടുത്തിണ്ടാ അതാ എന്നോട് ചോദിച്ചിട്ടല്ല കേട്ടാ. സ്വാഗതം. ഇതിപ്പോ തിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോട്ടാ, ഇങ്ങനെ ക്യാമറ എന്ന് പറഞ്ഞ ഇങ്ങനെ തിരിയുമ്പോ നല്ല രസമായിരിക്കും. വണ്ടിയിൽ ഇരുന്നിട്ടാണോ ഇതൊക്കെ ചെയ്യണേ? അമ്മ പറയ്, എന്തുണ്ട് വിശേഷം? അച്ഛാ എന്നാണ്? യാസ് യാസ്. അപ്പൊ ഡ്രസ് എടുക്കാൻ പോണു കൂട്ടത്തിൽ. ഞാൻ ഓർക്കുന്നു. അപ്പൊ വെറുതെ അല്ല അച്ഛന്റെ മുഖത്ത് സന്തോഷമില്ലാത്ത. എന്തിനാ അച്ഛൻ ദുഃഖിക്കണേ? ദുഃഖിക്കണ്ട ബാല, ദുഃഖിക്കണ്ട. ഇയാളെങ്ങോട്ടാ പോണേ? അപ്പൊ അമ്മേ സോക്സ് ഒക്കെ ഇട്ടിട്ടാ സ്കൂട്ടി ഓടിക്കണേ. ഹാരിയർ. അപ്പൊ പോവാ, ഡ്രസ് എടുക്കാൻ പോവാ. അത് എവിടെ എന്താന്നുള്ള കാണിച്ചു തരാട്ടാ. ഞാൻ അപ്ലിക്കന്റെ കൈയൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഓക്കെ. ആ കോട്ടായിട്ടു പൊന്നോ. അപ്പൊ എന്താ പരിപാടി? അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എന്താ നിന്റെ കൊടുക്കണേ? കനത്തില് 2 കിലോ കല്ല് വാങ്ങിച്ചു തന്നാ മതിയാ. നമ്മടെ ഇവിടെ പോകുമ്പോ കുറുക്കമ്പാറയിലുണ്ട്. കനത്തില് വേണമെന്നല്ല അമ്മയ്ക്ക് പറഞ്ഞേ. ആ ഓക്കെ. അച്ഛൻ ഉറപ്പല്ലേ? ഇങ്ങോട്ട് അച്ഛനെ കണ്ട? രണ്ടാൾക്കും കൂടിയിട്ടാണ്. പൊന്നോ അമ്മ നോക്കിയാലോ? മനസ്സിലായില്ലല്ലേ? അമ്മയുടെ അര പോരാന്ന് പറഞ്ഞ അച്ഛൻ. അച്ഛാ അര നല്ല ആരെയും നോക്കണ. ചിന്തു മനുഷ്യനല്ലേ? നന്നായി കൂടെ അല്ലേ പൊന്നോ? ഇപ്പൊ എന്റെ നേരെ ഇനി വേറെ വല്ല എനിക്ക് ചാർത്താണ്ടാ നിങ്ങള് പൊന്നോ? നീ എന്താ ആലോചിക്കണേ? അല്ലെങ്കിൽ തല്ലൂട്ടം കുസ്തി ചവിട്ടും കുത്തതൊക്കെയാണ്. ഒക്കെ പാഠശാലയിൽ വിട്ടുകൊടുക്കാണ് നന്നായിട്ട് വരാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മള് പോകുമ്പോ അതിന്റെ മുന്നിൽ കൂടെ കടന്ന പോവുക. അതൊക്കെ ആലോചിച്ചു. അതൊന്നും ശരി ചേട്ടാ. ആ കാർ സർവീസിന് എടുക്കാൻ പോയത് ഇന്ന് വൈകിട്ട് പോകേണ്ടി വരും. ഇന്നലെ ചോദിച്ചേ നിങ്ങൾ കാർ സർവീസ് എങ്ങനെ കാർ എവിടെ വെച്ചു? അപ്പൊ ഞാൻ പറഞ്ഞു കാറ് സർവീസിന് കൊടുത്തേക്ക്. അപ്പൊ എങ്ങനെ പോയി കാറില്? ഇപ്പൊ എങ്ങനെ വന്ന്? ഞാൻ പറഞ്ഞു ബുള്ളറ്റില്. ബുള്ളറ്റാണ് കൊടുന്ന് എന്തായാലും ഇന്ന് പോണ്ടേ? ഇന്ന് വിളിക്കുവാര്. ഇന്നെന്തായാലും അവര് വന്നതിന്റെ കഴിയാനും കഴിയാണല്ലോ. അത് നാളേക്കാ പറഞ്ഞു തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞു നാളേക്കാക്കല്ലേ പറഞ്ഞു. കൊടുത്താ മതി. രാവിലെ ജോലിക്ക് പോണം. അപ്പൊ അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നും കൂടെ ഞങ്ങള് ഫ്രീ ആയിട്ടുള്ള ഞങ്ങൾ 2-ാം തീയതി എത്തിയപ്പോ എത്രാം തീയതി? 13-ാം തീയതി. 11-ാം തീയതി വരെ ഞങ്ങക്ക് വീട് സെറ്റ് ആയില്ല. 12-ാം തീയതി ഞങ്ങള് സെറ്റ് ചെയ്ത്. അപ്പൊ 14-ാം തീയതി പോകും. എന്നിട്ട് സെറ്റ് ആവാതിരിക്കരുത്. ഇപ്പൊ വിളിക്കും. പോണ്ട, സെറ്റ് ആവണ്ട, ഒന്നും വേണ്ട, ഒന്നും ചെയ്യണ്ട. കൊറേ പച്ചക്കറി മേടിച്ചു. കുണുക്കന്റെ ഇതാണ് കേട്ടോ. ഗാന്ധാജി അവിടെ ഇരിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി അതിനെ പറയുന്ന പേരാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഞാൻ സെറ്റ് ആവണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോ എന്തായാലും ചിക്കൻ മേടിച്ചു, തക്കാളി അടിച്ചു, കോളിഫ്ലവർ വറക്കണം. ഒരു കൊട്ട പച്ചക്കറി മേടിച്ച് വെച്ചതൊക്കെ തിന്നിട്ട് പോയാൽ മതി. നീ വരുമ്പിക്കാൻ നാശമായിട്ട് പുഴുവായിട്ട് കാണണ്ടല്ലോ. പച്ചക്കറി ഇങ്ങോട്ട് കൊണ്ടുപോയാലോ, വെറുതെ ആളുണ്ടല്ലോ. ചിക്കൻ വറുത്തിട്ട് പിടിക്കാൻ അത് നിങ്ങൾ കൊണ്ടപ്പോ നിങ്ങക്ക് നീ സാധനത്തോടെ വേണ്ടതാ.
വരണം. അപ്പൊ ചിക്കനൊക്കെ തോന്നിക്കട്ടെ. അമ്മച്ചി കൊടുക്ക. നടക്കില്ല. അതിന് പാപ്പന്റെ കേസ് റെഡി ആവണ്ടേ? അമ്മാച്ചിന്റെ അല്ല, ഞാൻ വരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവര് 18ാം പടി കയറി പോവില്ലേ? എന്തോ കുഴപ്പമെന്നാ എനിക്കറിയണ്ടേ? ഏത് വഴിക്കൂടെയൊക്കെ വരണ്ടേ? എനിക്ക് ഏത് കൂടാവില് കൊണ്ടിട്ടാണ് നീ അവിടുന്ന് വായനാവും തുഴഞ്ഞു വെച്ച് പിന്നെ അപ്പൊ ഡീസൽ അടിക്കാൻ അച്ഛൻ കയറ്റിണ്ട്, പെട്രോൾ അടിക്കാൻ കയറ്റിണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ചേട്ടൻ വണ്ടി സൈഡ് ആക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാണ്? അല്ല മോനെ ചേട്ടൻ, അത് നമ്മളെ ചെക്കനാണ് കേട്ടാ. ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളായ കാരണം ഒരു മിനിറ്റ്. അപ്പൊ ഇതാ നമ്മൾ പോണ കട വെൽക്കം ടു മാൻ, നൈസ് ടു മീറ്റ് യു. ആരുമില്ല അല്ലേ? ഞങ്ങൾ കൃത്യമായിട്ടാണല്ലോ. ഇവിടെ ഗംഭീര കണക്കൂടലാണ്. എന്തോ പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ. സത്യം പറയാം, എന്താണ് അവിടെ പരിപാടി? അവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കല്ലേ പന്നികള്. ഏയ് ഇങ്ങോട്ട് ഓർമ്മ എന്താണ് വിശേഷം? എന്താണ് നല്ല സുഖമായിട്ടിരിക്കുന്നു. നല്ല മണാണല്ലോ ഇതിന്റെ ഉള്ളിൽ. അടിപൊളി. അമ്മേ എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അപ്പൊ നമുക്ക് ഡ്രസ്സും അവരെവിടെ കാണാനില്ലല്ലോ. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇവിടെ കേറിയിരിക്ക. വരിക, നിങ്ങളെ വെൽക്കം ചെയ്യേണ്ടത്. വന്ന് തുറന്ന് കേറിക്കൂടെ? മാറ്റി വെച്ചോ. യോ ചാത്തനേറ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അവിടെ കാണും. അവിടെ കണ്ടു ഇത്തിരി പ്രാന്തിന്റെ ഇത് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഡോസ് ഒന്ന് മാറ്റി. വന്നാട് ഇവിടെ നോക്കൽ തുടങ്ങിയിട്ടാ. അപ്പൊ നോക്കട്ടെ. ഇതൊക്കെ ഡബ് ചെയ്തോട്ടെ പന്ന. ശബ്ദമില്ല അതെ. ഇതിലുണ്ട്. പാട്ട് ഓഫ് ആക്കിക്കോ. എന്തിനാ അങ്ങനത്തെ ഒരു ഇപ്പൊ ഇട്ട കളർ ഏതാ നിങ്ങള്? ഇപ്പൊ ഇട്ട കളർ ഏതാ? ആ സാധനം എടുത്ത അതെടുക്ക്. ഈ കളറ് ഇഷ്ടല്ല. അത് ഇപ്പൊ ഇട്ട ഏതാ? അത് ഡാർക്ക് ഉരുള അറിയാ. വീണിട്ടിങ്ങനെ നിരങ്ങി കടലും കാറ്റും. അത് മന്ത്രി സ്ഥാനത്ത് വാട്ട്മാൻ. എന്താണ് കഥ? പിന്നെ ഈ സുന്ദരനായ ചെക്കന് പെണ്ണന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും പറയാ. വയസ്സ് പറയുന്നില്ല. ഹൈറ്റ് 6.3. 6 ഇല്ലേ? ആ കണ്ട കറക്റ്റ്. 6.2. അത് കുഴപ്പമില്ല. ഇല്ല, ഒരു പ്രാവശ്യം ഒരാളെ പ്രൊമോഷൻ ചെയ്യുള്ളൂ. അടുത്തതിന് നിങ്ങളെ പറയാ. എന്നാ കുഴപ്പമില്ല, കാണിച്ചിട്ടായിരിക്കും. ആളേനെ പെണ്ണിന് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റിലയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ഇതല്ലേ അത് ഗംഭീര. നോക്കട്ടെ. നോക്കിക്കോ. ഞാൻ നോക്കട്ടെ. ടിക്ടോക്ക് വീഡിയോ എടുക്കാം. സമാധാനായിട്ട് നോക്കട്ടെ. ശല്യം ചെയ്യുന്ന നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്ത് ബ്ലാക്ക്? പൊടി പിടിച്ച ബ്ലാക്ക്. പൊടി പിടിച്ച ബ്ലാക്ക് എന്നാണ് ആ ഇംഗ്ലീഷിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് വരുന്നത്. ഇതൊക്കെ എന്താ ഒളിപ്പിച്ച് വെച്ചോർക്കും നിങ്ങള്? കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ആ സൈഡിലേക്കൊക്കെ നോക്കുക, എന്നിട്ട് അത് പിടിക്കുക. ഓരോന്ന് എടുത്ത് പോണ നോക്കിയ അവിടുന്ന്. അമ്മയുടെ നോട്ടം അങ്ങോട്ടേക്ക് മാറി.
അവിടെ അത് കണ്ടെത്തിയിട്ടുണ്ട്. കാര്യമായിട്ട് നോക്കണ്ടല്ലോ എന്നാ കിട്ടിയോ? അപ്പൊ ഇവര് നോക്കട്ടെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. കണ്ടാ പെറ്റ് പൊട്ടിക്കണണ്ടാ? ഗൾഫിൽ നിന്ന് പെറ്റ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഇങ്ങനെ. കണ്ട മുറിക്കാൻ പറ്റുന്നില്ല, കടിച്ചു പറിക്കുന്ന. ആ വന്ന് മോനെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാട്ടോ, ഡീറ്റെയിൽ കൊടുക്കാം. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യുക, ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കാം. എന്താ എന്തോ അപ്പൊ അടിപൊളിയാണല്ലോ, അത് അടിപൊളിയായിട്ടുണ്ടല്ലോ, രസമായിട്ടുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അതിന്റെ എന്ത് ചാത്തില്ലാത്ത നിങ്ങള് സ്റ്റിച്ചിന് ഇത് ലെങ്ത്തിലെടുക്കണേ. അമ്മക്ക് ഇതാക്കി കഴിഞ്ഞാ മറ്റേ സംഭവം ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനും അമ്മയും മാറി മാറി ഓരോരോ ചുരിദാറുകൾ ഇട്ട് നോക്കുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ. ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോലിക്ക് പോകുമ്പോഴോ വേണ്ട ഒരു ഫംഗ്ഷന് വരെ ഇട്ട് പോകാൻ പറ്റും. അത്ര അടിപൊളി ചുരിദാറാണ്. എനിക്ക് ഈ നീല ചുരിദാർ ഞാൻ ഇട്ടിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നമുക്ക് ഉടുപ്പായിട്ട് യൂസ് ചെയ്യാം, ചുരിദാറായിട്ട് യൂസ് ചെയ്യാം. ഇത് എത്ര വലിയ കല്യാണത്തിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും അടിപൊളി ചുരിദാറാണ്. അതിനനുസരിച്ചുള്ള റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അവിടെ. പിന്നെ എൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പറയാൻ അടിപൊളി മെറ്റീരിയലാണ്. നിങ്ങൾക്ക് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം, ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കാറ്. അപ്പോൾ ഈ ഷോപ്പ് എവിടെയാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് അമ്മ ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കളറ് കിട്ടിയില്ല കേട്ടോ. അമ്മ ഇട്ട് നോക്കിയ കളർ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ഭംഗിയുള്ളതാണ്. പക്ഷെ എനിക്ക് ആ കളറ് കിട്ടിയില്ല. അതിൽ പക്ഷെ ഒരുപാട് സൈസുകളുണ്ട്, പക്ഷെ എൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഇട്ട എല്ലാ ചുരിദാറിൻ്റെയും ഒരുപാട് സൈസുകളുണ്ട്. അവരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ നമ്പറിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം. അതേപോലെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളെ ചാവക്കാട് ബസ് സ്റ്റാൻഡിന് തൊട്ടപ്പുറത്താണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിലും അവരുടെ നമ്പർ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. ഉറങ്ങാനോ സുന്ദരിയ കുഞ്ഞിപ്പാറോ ഉറങ്ങായിരുന്നാ? ഒക്കം കഴിഞ്ഞാ? ഒക്കം കഴിഞ്ഞാ? നോട്ടെ ഒങ്ങിയാ? എന്താ വേണ്ടേ? എന്തിന് ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇവിടെ നോക്കണേ. എന്തിന് വേണ്ടേ? ഇന്ന് മിണ്ടാത്തൻ്റെ അടുത്ത് പോവാ, ഉമ്മ എന്നാ പോവാ. പിന്നെ ഈ ഒരു വീഡിയോ പിറ്റേ ദിവസത്തെ കേട്ടോ. അപ്പോൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളെ കുണിക്കുമോൾക്ക് സ്കൂളിലേക്ക് സാരി എടുത്തിട്ട് വേണം പോവാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കാലത്ത് നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്ന് കുണിക്കിനെ സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അമ്മ എന്നെ തന്നെയാണ് വിളിക്കുക. അമ്മ പറയും അവൾക്ക് ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നത് വെച്ചിട്ട് എന്നെ തന്നെയാണ് വിളിക്കുക. അമ്മ പറഞ്ഞു നീ കാത്തിന് ഫുഡൊന്നും ഉണ്ടാക്കണം, അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ വന്നിട്ട് കുണിക്കിനെ റെഡി ആക്കിയാൽ മതി പറഞ്ഞു. അപ്പോൾ ആ നേരം നമുക്ക് നമ്മളെ കാത്തുമ്മ കുളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവൾ ഡേ കെയറിൽ പോകാണ്ട് ഫുൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനും ഏട്ടനും വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് വന്നത്. ഇവള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി വേണം പോയി കുളിപ്പിക്കാൻ. അപ്പോഴേക്കും എന്താ നമ്മളെ ചക്കമ്മനെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞോളൂ. ഞങ്ങളേൽ ഉണ്ടായിരുന്നു സാരി ആട്ടാ, അത് കറക്റ്റ് അവളുടെ സൈസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഈ ഉടുപ്പിച്ചത്. പിന്നെ വേഗം ഞാൻ കാത്തുമ്മേരെ ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. കാത്തുമ്മേനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കുണിക്കുമോളെ വിട്ടയച്ചതിൻ്റെ ശേഷമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കുണുക്കന് കളർ ഡ്രസ്സായിരുന്നു, അത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു, അമ്മ മെസ്സേജ് കണ്ടില്ല.
എന്നിട്ട് അമ്മ വിളിച്ചിട്ടോ ഡ്രസ്സും കൊണ്ട് സ്കൂളിലേക്ക് വരുമോ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പോൾ അവരിങ്ങോട്ട് വരാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. കാരണം കുണുക്കന് ക്ലാസ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അവനുള്ള ഡ്രസ്സും കൊണ്ട് അവിടെ എത്തണം, നമ്മളെ കാത്തുമ്മനെ റെഡി ആക്കണം. കാത്തുമ്മയ്ക്ക് ഇന്ന് ഫുൾ വൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. സുന്ദരി കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഇങ്ങനെ മുടി കെട്ടി കൊടുക്കും. പക്ഷെ അവൾ സമ്മതിക്കാറില്ല. ഇങ്ങനെ കെട്ടി കൊടുക്കണമെങ്കിൽ നമ്മൾ നല്ല നിലയ്ക്ക് കഷ്ടപ്പെടണം. കാരണം അങ്ങനെ നിന്ന് തരില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊന്ന് കുറി തൊടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകുമ്പോൾ ആൾക്ക് പൊട്ട് തൊടണം, കുറി തൊടണം, അങ്ങനെയൊക്കെ 100,000 കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഓട്ടപ്പാച്ചലൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ ഒരാള് ABC ജ്യൂസ് ഉണ്ടാക്കാൻ പോണു അത്രേ. എന്താണ് ABC ജ്യൂസ് എന്താണ്? അപ്പൊ ഇത് എന്തെന്തായിരുന്നു? ബീട്രൂട്ട്, നാരങ്ങ, നെല്ലിക്ക, എന്തൊക്കെയോ നെല്ലിക്ക, ആപ്പിള്. അപ്പൊ എന്താവുന്നു ദൈവത്തിനും പൊന്നിനും മാത്രം. ഫ്രിഡ്ജിൽ വയ്ക്കാന്നാണ് കാണുന്നത്. എനിക്ക് പാത്രം മേടിക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞിന്റെ അപ്പള് ഇന്ന് തൃശ്ശൂർ കൊണ്ടുപോയിട്ട് അപ്പൊ നോക്കി നോക്കാം. പക്ഷെ എന്തായാലും ജ്യൂസ് അടിച്ചേക്കാൻ വെച്ചു. കാരണം ഇതിന് മുന്നേ ജ്യൂസ് ഉണ്ടാക്കാൻ 2 വട്ടം ഈ ഐറ്റംസ് എല്ലാം മേടിച്ചു കൊടുക്കുന്നു. പിന്നെ എന്തൊക്കെയോ പരിപാടികൾ ഞാനൊക്കെ ചീഞ്ഞിട്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി, ക്യാരറ്റ് സാമ്പാറിലിട്ട്, നെല്ലിക്ക ചീനി കളഞ്ഞു. ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ തീരുമാനം എടുത്തു അല്ലേ? നന്നായിക്കൂടെ വാര്യരെ? നന്നായിക്കൂടെ? വിശക്കുണ്ട് കേട്ടോ പൊന്നെ. ഓക്കെ, അപ്പൊ നീ എന്തായാലും ABC ജ്യൂസ് ഉണ്ടാക്കൂ. ഇത് പറയാൻ തന്നെ പറ്റുന്നു. ABC എനിബഡി ക്യാൻ ചാൻസ്. എന്തായാലും മറ്റേ സിനിമയുടെ പേരുണ്ടാവില്ല ABC എനിബഡി, എന്തൊരു സാധനം ABCD ആയിരുന്നു, എന്തൊരു സാധനം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ജ്യൂസ് ഉണ്ടാക്കണം, നമുക്ക് കാണാം എങ്ങനെയായിരിക്കും. അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം വയറിളക്കം പിടിക്കുമോ എന്ത് പിടിക്കുമോ എന്നുള്ളത്. അതിന് ശേഷം മാത്രം യെസ്. അല്ല, ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിള്, നെല്ലിക്ക ഇതൊക്കെയാണല്ലോ അതിൻ്റെ ഗുണഗണങ്ങൾ. അപ്പം അതിലെന്തൊക്കെ വരുന്നുള്ളത് നോക്കാം. പിന്നെ നോക്കി നോക്കട്ടെ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? അവനാ നീ ഉണ്ടാക്ക്. ഇന്ന് തൃശ്ശൂർ പോകണം കേട്ടോ, ചെറിയൊരു പരിപാടി ഉണ്ട്. ഓക്കെ, അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. അപ്പോൾ അതിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ? അപ്പോൾ വാങ്ങാനായിട്ട് പോകണം. നാളെയാണ്. അപ്പോൾ നാളെ എവിടെയെങ്കിലും വെച്ച് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ വീഡിയോസും ഒന്നും ചിക്കൻ മീനൊന്നും ഉണ്ടാവില്ല, വെറും പ്യൂർ വെജ് ആയിട്ട്. ഒരുപാട് പേടിച്ചു വെച്ചൊരു ചോദ്യമുണ്ട്. എന്താണ്? നമ്മള് നോലിപ്പ് തുടങ്ങിയതല്ലേ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിക്ക് ഷൂട്ടും കാര്യങ്ങളായിരുന്നു. നമ്മൾ നോലിപ്പ് തുടങ്ങിയത് എനിക്ക് 10-11 ദിവസം നമ്മൾ നോലിപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉണ്ണിക്ക് ഷൂട്ട് തുടങ്ങി നമ്മൾ അവിടെ പോയോടിയിട്ട് നമുക്ക് ഉച്ചക്ക് മീനും കാര്യങ്ങളൊക്കെ. അതായത് അവൾക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. കാത്തൂന് അവിടെ ഉള്ളത് മറ്റുള്ളവർ കഴിക്കുമ്പോഴായാലും അവൾക്ക് അത് വേണം വേണം. എല്ലാവരും ഒരുമിച്ചല്ല കഴിക്കുക ഫുഡ് ബാക്കില്. അപ്പൊ അവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മീൻകറി ഉണ്ടാവും. അപ്പൊ അത് കാണുമ്പോൾ നോർമൽ വാശി പിടിക്കും. പിന്നെ രാത്രി ഞങ്ങൾക്ക് ഡെയിലി ചപ്പാത്തി ചിക്കൻ കറിയാണ്. അപ്പൊ അതും നമുക്ക് രാവിലെ 6 മണിക്ക് 10 മണിക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ റൂമിലെത്തുമ്പോൾ 10:30 ആവും. ആ നേരത്തെ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ പോലും നമുക്ക് തപ്പി പിടിക്കാൻ വെച്ചാൽ പറ്റില്ല. ആ നേരത്തെ വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് അവിടെ സെറ്റായി കിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. അതുവരെയ്ക്ക് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ എന്താണ് എവിടെയാണ് സ്ഥലങ്ങൾ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അമ്മയും പറഞ്ഞു തൽക്കാലം ഇപ്പോൾ വേണ്ട, ഉണ്ണിക്ക് ഷൂട്ട് കാര്യം അവളും അവിടെ അത് കാണുമ്പോൾ ഭയങ്കര വാശിയുമ്പോൾ ആ ഒരു ശീലക്കേട് നമുക്ക് ഷൂട്ടിലും ബാധിക്കും. അതുകൊണ്ടെല്ലാം കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പോകേണ്ടത് വിചാരിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആശം വേറൊരു പ്ലാനും കൊണ്ട് വരുന്നത്, അതൊക്കെ പിന്നെ പറയാം. അപ്പൊ എന്തായാലും ABC ജ്യൂസ് ഉണ്ടാക്കൂ. പിന്നെ ഇന്ന് തൃശ്ശൂർ പോകണമൊക്കെ അതിന് മുന്നേ ഈ വീഡിയോയുടെ അവസാനിക്ക് തോന്നുന്നു. കാരണം ഇനി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എങ്ങനെയാവുന്നുള്ള കുടിച്ചു കഴിഞ്ഞിട്ട് ഇതെന്റെ സ്കിന്നിനാണോ? സ്കിന്നിന് ഞാൻ വെളുത്ത് തുടുത്ത് പറക്കും. വെളുത്തിട്ട് പറന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവും. അതാണ് ഞാൻ പറഞ്ഞ വയറ്റിളക്കം പിടിക്കില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെയല്ല, നീ മാത്രം വെളുത്തിട്ട് പാറില്ല, ഞാനും വെളുക്കട്ടെ. അപ്പൊ നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് മാത്രം പൊന്നു കുടിക്കണേട്ടാ, അല്ലാതെ വേറെ അപ്പൊ നോക്കാം അല്ലേ? ഞാൻ ചിലപ്പോ വെളുത്തിട്ട് മാറിയിട്ട് മദാമേനെ പോലെയൊക്കെ ആയാലും ഒരു കുഴപ്പമൊന്നുമില്ല.
ഞാൻ ആരെ വേണ്ടെന്ന് പറയല്ലേ സന്ധി നിശാബായി മാറുന്നു അല്ല പിന്നെ എന്താ ചെയ്യപ്പൊന്നെ ഞാൻ നിന്നെ ആക്കൂ മുത്ത ആക്കൂല്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടില്ല ഞാൻ അങ്ങനെ നിന്നെ കളിയാക്കുന്നു ഫീലായി. അതെ കോളിഫ്ലവർ ഇന്ന് പുഴുങ്ങട്ടാലോ അന്നത്തെ പോലെ പുഴുങ്ങി അച്ചാറുണ്ടാക്കാനല്ല പറഞ്ഞത്. കൈമുറിഞ്ഞു നോക്കൊന്നും വേണ്ട മുറിഞ്ഞിട്ടില്ല. ഇനി കുത്തിപ്പിടിച്ച് ചോര വരുത്തിച്ചിട്ട് അതിനെ വേദനിപ്പിക്കണ്ട. എന്തോ ഉണ്ടായിപ്പിട്ട് അഗേത്തലയാള്. ഇത് എത്ര ക്യാരറ്റാണ്? വലിയ ക്യാരറ്റാണ് കേട്ടാ. ഓക്കെ അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം കേട്ടാ. അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുമ്പോഴേക്കും ഞാൻ വേഗം ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി. പിന്നെ ഉച്ചത്തേക്ക് പുട്ടും ചിക്കൻ കറി അടപ്പം. ഒരുപാട് പേരെ നമുക്ക് കമൻറ്റ് ചെയ്യുന്നു നിങ്ങൾ മലയ്ക്ക് പോകാൻ നോലുമ്പോൾ തുടങ്ങിയതല്ല മലയ്ക്ക് പോയോ ഇപ്പം എന്താണ് വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ടാക്കണേന്ന്. നമ്മളെ കാത്തുമ്മ സീരിയലിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നമുക്ക് നോൺ വെജാണ് ഫുഡ്. അതും പകലൊക്കെ നമുക്ക് എന്താണെങ്കിലും ചെയ്യാം പുറത്തുനിന്ന് കഴിക്കാം. പക്ഷേ രാത്രി 10 മണിയാകുമ്പം ആണ് നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. ആ ടൈം നമുക്കൊരു വെജിറ്റേറിയൻ ഹോട്ടലും കിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിയാകുമ്പോൾ എത്തണം. അപ്പോഴേക്കും നമ്മൾ വേഗം ചിന്തിക്കുക നമ്മൾ കാത്തുമ്മനെ കൊണ്ടുപോയി ഉറക്കി റെഡിയാക്കണം എന്നാണ്. പിള്ളേർ ഉറക്കം പോയി പിന്നെ അവർ നിന്ന് തരില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നോലുമ്പ് കട്ട് ചെയ്തു. കാത്തുമ്മനെ ഈ പ്രാവശ്യം മലയ്ക്ക് വിട്ടയക്കണില്ല എന്ന് ചിന്തിച്ചു. നമുക്ക് അടുത്ത പ്രാവശ്യം വിട്ടയക്കല്ല. അപ്പോഴേക്കും ആൾക്കൊന്നുകൂടി ബോധം വയ്ക്കും. അപ്പോൾ അവിടെ ചിക്കൻ കണ്ടാലും കാത്തുമ്മ അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ പ്രായമാവും. അപ്പം അടുത്ത പ്രാവശ്യം വിട്ടയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടനും എല്ലാവരും നോലുമ്പ് കട്ടാക്കി. അച്ഛനും ഉണ്ണികളുണ്ട്. ഏട്ടനും കാത്തുമ്മ നോലുമ്പ് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏട്ടനെ തൊഴാൻ പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് വേണ്ട വെച്ചപ്പോഴും അവന് മനസ്സിന് സുഖമില്ല. അപ്പോൾ ഒരു 15 ദിവസത്തെ നോലുമ്പ് എടുത്തിട്ട് തൊഴാൻ വിട്ടയക്കണം എന്നുണ്ട്. ഇനി അത് ആദ്യം ബുദ്ധി എടുക്കണം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീട്ടിലിപ്പോൾ ചിക്കനും മീനൊക്കെ മേടിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ചിക്കനും പുട്ടുമൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കാം. അപ്പോൾ ഏട്ടൻ ഉറങ്ങിയിരുന്നെങ്കിൽ ഇത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അപ്പോൾ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. സാധാരണ ഞാൻ ഏട്ടനും കൂടിയിട്ടാണ് ഫുൾ ടൈം അടുക്കളയിൽ കയറുകയാണെങ്കിലും എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഇപ്പം അവൻ പോലും അറിയാതെ ഞാൻ ഇത് ഉണ്ടാക്കിയതിൻ്റെ കളിയാക്കലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്താ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. ചില ടൈമിൽ വില കറണ്ടൊക്കെ പോയി എനിക്ക് പേടിയാകുമ്പോൾ ഞാൻ ഏട്ടനും കൊണ്ടിരുത്തും. ഇപ്രാവശ്യം അതുപോലും ചെയ്തില്ല കേട്ടോ. അതാണ് ഈ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുണ്ടാക്കിയ ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രണ്ടാളും ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ടിവിയോ ഫോണോ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ വർത്താനം പറഞ്ഞ് കഴിക്കണം. ശരിക്കും മിണ്ടാതിരുന്ന് ഫുഡ് കഴിക്കാനാണ് പറയുക. പക്ഷേ എന്നാലും എനിക്കിഷ്ടം നമ്മളെ കെട്ടിയവനോട് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുക്കളയ്ക്ക് വൃത്തിയാക്കി വരുമ്പിക്കും നമ്മൾ കാത്തുമ്മനെ കൊണ്ടുവരാൻ പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മൾ കാത്തുമ്മനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ ചെയ്തത്. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണിക്കാത്ത കാര്യമുണ്ട്. കാത്തുമ്മരെ ഗോൾഡൊക്കെ നമുക്കിന് ഓരോ ആവശ്യത്തിനായിട്ട് ഒന്നും വിറ്റിട്ടില്ല. അങ്ങനെ ഓരോ പണയത്തിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്ത് മേടിച്ചു കൊടുത്താലും കുട്ടി 2 ദിവസം ഇടുള്ളൂ. അപ്പോൾ ഏട്ടനൊരു വിഷമം കാത്തുൻ്റെ ഇപ്പോൾ വളയില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഒരു വള എടുക്കാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ കയറി ഒരു വളയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു വള പൊട്ടിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി നമ്മൾ നല്ലൊരു വള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാത്തുമ്പോൾ ഡേക്കർ ഇട്ട് വന്നിട്ടുണ്ട് അവൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൽ കൂട്ടാട്ടോ. കൈ നീട്ടിവിടി. കണ്ണടക്കേ കണ്ണടക്കണം. കണ്ണടക്കേ കണ്ണടക്ക് കണ്ണടക്ക്. ഞാൻ പറഞ്ഞിട്ട് നോക്കാൻ പാടുള്ളൂ. അടക്കടി അടക്ക് തുറന്നടിയാൽ അടക്കടി. ഇത് കുഞ്ഞിന്റെ കയ്യിലേ ഈ കയ്യിൽ വളയില്ലല്ലോ. അപ്പൊ ഒരു വള ഇതിലിപ്പൊ കഴിച്ചുണ്ട്. ഇതില് വള സെറ്റ് ഇഷ്ടായ ഉമ്മന്നെ ഞാൻ ഉമ്മക്ക് ഞാൻ ഉമ്മന്നോ എനിക്കും വേണം.